നമസ്കാരം. ദീപാവലി കുളി അല്ലെങ്കിൽ ദീപാവലി കുളിക്കുക എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണത് എന്നൊന്ന് നോക്കിയാലോ? പത്മപുരാണത്തിൽ ഭഗവാൻ പരമശിവൻ ഇപ്രകാരം പറയുന്നു: ദീപാവലി ദിനത്തിൽ ലക്ഷ്മീദേവി എണ്ണയിലും ഗംഗാദേവി ജലത്തിലും സാന്നിധ്യപ്പെടുന്നു. ആ ദിവസത്തിൽ പ്രഭാത സ്നാനം സർവ്വ ഐശ്വര്യങ്ങളും നൽകും. അതിലൂടെ അപമൃത്യുവും അകാലമൃത്യുവും പോലും കീഴടക്കാൻ കഴിയും. മരണാനന്തരം യമലോകം എന്ന ഭീതിയും ഒഴിവാക്കാൻ സാധിക്കും. നരകാസുര നിഗ്രഹശേഷം യുദ്ധക്ഷീണം അകറ്റുവാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ വിസ്തരിച്ച് എണ്ണ തേച്ചു കുളിച്ചതിൻ്റെ സ്മരണയാണ് ദീപാവലി ദിവസത്തെ എണ്ണ തേച്ചു കുളിയിലൂടെ അനുസ്മരിക്കപ്പെടുന്നു എന്നും വിശ്വസിച്ചു പോരുന്നു. യുദ്ധവിജയം സന്തോഷാർത്ഥം ദീപങ്ങൾ തെളിയിച്ചതിൻ്റെയും മധുരം പങ്കിട്ടതിൻ്റെയും സ്മരണ ഈ ദിവസം അനുസ്മരിക്കപ്പെടുന്നു. വിശദമായ എണ്ണ തേച്ചുകുളി, വിഭവസമൃദ്ധമായ സദ്യയും മധുരപലഹാരങ്ങളും, വൈകിട്ട് ദീപപ്രഭയാൽ പ്രകാശപൂർണമാകുന്ന അന്തരീക്ഷവും മുതലായവ ദീപാവലിയുടെ മാത്രം പ്രത്യേകതകളാണ്. ദീപാവലി ദിനത്തിൽ മഹാലക്ഷ്മി പൂജ നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദായകമാണ്. കൂടാതെ ഈ ദിവസം ധനപതിയായ കുബേരൻ, വിഘ്നേശ്വരൻ, ഇന്ദ്രൻ, മഹാവിഷ്ണു, സരസ്വതി ദേവി എന്നിവരെയും പൂജിക്കണം. സമ്പത്തുണ്ടാകുവാൻ കുബേരനെയും, വിഘ്നനിവാരണത്തിന് ഗണപതിയെയും, സുഖലബ്ധിക്ക് ഇന്ദ്രനെയും, ആഗ്രഹ സാഫല്യത്തിനായി മഹാവിഷ്ണുവിനെയും, വിദ്യാഭിവൃദ്ധിക്കും ബുദ്ധിവികാസത്തിനും സരസ്വതി ദേവിയെയും പൂജിക്കുക. ദീപാവലി ദിനത്തിൽ ദേഹശുദ്ധിയോടെ 5 or 9 തിരിയുള്ള നെയ്വിളക്ക് തെളിയിച്ച് വെച്ച് മധുരം നിവേദ്യമായി വെച്ച് കനകധാര സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം, കുബേര അഷ്ടോത്തരം, മീനാക്ഷി പഞ്ചരത്നം, ഭവാനി അഷ്ടകം മുതലായവ ജപിക്കുന്നത് ഐശ്വര്യദായകവും അഭീഷ്ടസിദ്ധിപ്രദായകവുമാകുന്നു. മേൽപ്പറഞ്ഞ അറിവുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.